നമസ്കാരം. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാശ്മീർ തീരുമാനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മൗണ്ട് ബാറ്റൻ്റെയും ഷെയ്ഖ് അബ്ദുള്ളയുടെയും സ്വാധീനം. നെഹ്റു ഇവരെ രണ്ടുപേരെയും പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു. പ്രായോഗിക രാഷ്ട്രീയത്തിൽ പട്ടേലിനുണ്ടായിരുന്ന അനുഭവ സമ്പത്ത് നെഹ്റുവിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മൗണ്ട് ബാറ്റൻ്റെയും ഷെയ്ഖ് അബ്ദുള്ളയുടെയും ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുവാൻ നെഹ്റുവിന് സാധിച്ചിരുന്നുമില്ല. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായി ഷെയ്ഖ് അബ്ദുള്ള വളർന്നിരുന്നു. നാഷണൽ കോൺഫറൻസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാവും ഷെയ്ഖ് അബ്ദുള്ളയാണ്. അബ്ദുള്ള ഫാമിലിയുടെ പൂർവികർ കാശ്മീരി പണ്ഡിറ്റുകളായിരുന്നു. 1890കളിലാണ് അവർ ഇസ്ലാം മതത്തിലേക്ക് മാറുന്നത്. 1932 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴാണ് മുസ്ലിം കോൺഫറൻസ് എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഷെയ്ഖ് അബ്ദുള്ള ആരംഭിക്കുന്നത്. ഈ മുസ്ലിം കോൺഫറൻസ് എന്നത് ഒരു വർഗീയ ചുവയുള്ള പേരായതുകൊണ്ടാണ് പിന്നീട് അതിനെ നാഷണൽ കോൺഫറൻസ് എന്ന് പുനർനാമകരണം ചെയ്തത്. ഈ കോൺഗ്രസിന് സമാനമായ ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസും. ഷെയ്ഖ് അബ്ദുള്ളയും അദ്ദേഹത്തിൻ്റെ മകൻ ഫാറൂഖ് അബ്ദുള്ളയുടെ മകൻ ഒമർ അബ്ദുള്ളയും ഒക്കെ മുഖ്യമന്ത്രിമാർ. കോൺഗ്രസിനെ പോലെ തന്നെ ഒരു കുടുംബത്തിലുള്ളവർ മാത്രം ഭരണത്തിലും പാർട്ടിയുടെ നേതൃത്വത്തിലേക്കും വരുന്ന അപൂർവ ജനാധിപത്യം കാണുവാൻ സാധിക്കുന്ന ഒരു പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസും. ഷെയ്ഖ് അബ്ദുള്ളയുടെ യഥാർത്ഥ ഉദ്ദേശം കാശ്മീർ രാജാവായിരുന്ന രാജാ ഹരിസിംഗിനെ പുറത്താക്കി മുസ്ലിങ്ങളുടെ പിന്തുണയോടെ കാശ്മീരിൽ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. ഇസ്ലാമികമായ കാശ്മീരി ദേശീയതയിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള. പാകിസ്ഥാൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായിരുന്ന മുഹമ്മദ് ഇഖ്ബാൽ ആയിരുന്നു ഷെയ്ഖ് അബ്ദുള്ളയുടെ മാതൃകാ പുരുഷൻ. പക്ഷേ ഈ ഒരു വർഗീയ മുഖം അബ്ദുള്ള ഒരിക്കലും പുറത്തു കാണിച്ചിരുന്നില്ല. പൊതുസമൂഹത്തിന്റെ മുൻപിൽ ജനാധിപത്യ, മതനിരപേക്ഷ, കോൺഗ്രസ് അനുകൂല, ഇന്ത്യ അനുകൂല മുഖമായിരുന്നു അബ്ദുള്ള കാണിച്ചിരുന്നത്. മഹാരാജാവിനെതിരായ നടത്തിയ സമരങ്ങളിലൊക്കെ കാശ്മീരിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരായ സമരങ്ങളായാണ് അബ്ദുള്ള അവതരിപ്പിച്ചത്. എന്നാൽ വാസ്തവത്തിൽ ഷെയ്ഖ് അബ്ദുള്ളയുടെ ഉദ്ദേശം വർഗീയപരമായിരുന്നു. ഷെയ്ഖ് അബ്ദുള്ള ആരാണെന്നും അയാളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നും പട്ടേലിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നാൽ നെഹ്റുവിന് ഇതൊന്നും മനസ്സിലായേയില്ല. നെഹ്റു ഷെയ്ഖ് അബ്ദുള്ളയുടെ ഏറ്റവും വലിയ സപ്പോർട്ടറായിരുന്നു. നെഹ്റുവിനെ സംബന്ധിച്ച് അബ്ദുള്ള സുഹൃത്തും സഹോദരനും കാശ്മീർ തന്നെയുമായിരുന്നു. കാശ്മീർ എന്നാൽ അബ്ദുള്ളയും, അബ്ദുള്ള എന്നാൽ കാശ്മീരും എന്ന രീതിയിൽ നെഹ്റു അബ്ദുള്ളയെ അന്ധമായി വിശ്വസിച്ചു. മഹാരാജാവിനെതിരെ ഷെയ്ഖ് അബ്ദുള്ള നിരന്തരം അധിക്ഷേപിച്ചപ്പോഴൊക്കെ നെഹ്റു ഷെയ്ഖ് അബ്ദുള്ളയുടെ പക്ഷത്തായിരുന്നു. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും നിർദ്ദേശപ്രകാരം ഷെയ്ഖ് അബ്ദുള്ള കാശ്മീരിന്റെ അഡ്മിനിസ്ട്രേഷന്റെ തലപ്പത്തിലേക്ക് ഉയർത്തപ്പെട്ടു. പിന്നീട് അയാൾ കാശ്മീരിന്റെ പ്രധാനമന്ത്രിയാക്കപ്പെട്ടു. എന്നാൽ കാശ്മീരിന്റെ ഭരണ തലപ്പത്തിരുന്നുകൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള ചെയ്തത് മുഴുവൻ അണ്ടർഗ്രൗണ്ട് വിഘടന പ്രവർത്തനങ്ങളായിരുന്നു. സ്വതന്ത്ര കാശ്മീരിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു. ഇയാളുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നതോടെ നെഹ്റു തന്നെ അയാളെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്താക്കി. അതായത് കാശ്മീരിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്താക്കി. 11 കൊല്ലം എന്നിട്ട് ജയിലിലടച്ചു. ഷെയ്ഖ് അബ്ദുള്ള ഒരു തികഞ്ഞ വർഗീയവാദിയും ഹിന്ദു വിരുദ്ധനുമാണെന്ന് 1962 നെഹ്റുവിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു. നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായിരുന്നു BN മുല്ലിക്. ഷെയ്ഖ് അബ്ദുള്ളയെക്കുറിച്ച് പട്ടേലിന്റെ അഭിപ്രായം മുല്ലിക് തന്റെ ബുക്കായ മൈ ഇയേഴ്സ് വിത്ത് നെഹ്റു എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുള്ളയെ പട്ടേൽ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അയാളുടെ യഥാർത്ഥ മുഖം പുറത്ത് കാണുന്നതല്ല എന്ന ധാരണ ഉണ്ടായിരുന്നു പട്ടേലിന്. നെഹ്റുവിന്റെ കൂടെ നടന്ന് അദ്ദേഹത്തെ ഷെയ്ഖ് അബ്ദുള്ള ചതിക്കുമെന്ന് പട്ടേൽ കരുതിയിരുന്നു. പട്ടേൽ ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചു. ഷെയ്ഖ് അബ്ദുള്ളയെ നെഹ്റുവിന് തന്നെ ജയിലിൽ അടയ്ക്കേണ്ടി വന്നു. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിന് വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.